ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ട ഏഞ്ചലിന്റെ അമ്മ ജെസിമോൾ എന്ന സിന്ധുവിനെയാണ് മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് പ്രകോപന കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകി. വീട്ടുകാർക്ക് മുൻപിൽ വെച്ച് കഴുത്ത് ഞെരിക്കുകയും വീട്ടുകാരെ മാറ്റിയ ശേഷം കഴുത്തിൽ തോർത്ത് കുരുക്കി മരണം ഉറപ്പാക്കിയെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ വീട്ടുകാരെയും പ്രതി ചേർത്തേക്കും. ശരണ്യ സ്നേഹജൻ അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ അമ്മയെയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അത്തരത്തിലാണ് വരുന്നത്. പതിവായി വീട്ടിൽ വൈകി വന്നതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പിതാവ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ അമ്മയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ശരണ്യ, കേൾക്കുന്നുണ്ടോ? ശരണ്യയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ആലപ്പുഴയിലെ ഓമനപ്പുഴയിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇത്തരത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി എന്നുള്ളത്. ശരണ്യ തുടരുന്നുണ്ട് എന്നതാണ് കരുതുന്നത്. ശരണ്യ, കേൾക്കാമെങ്കിൽ അമ്മയും അമ്മാവനെയും കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എന്താണ് സാഹചര്യം? നമ്മളിപ്പോൾ ഉള്ളത് ഓമനപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 28-കാരി കൊല ചെയ്യപ്പെട്ട വീട്ടിലാണ് ഉള്ളത്. ഓമനപ്പുഴ സ്വദേശിയായ ഏഞ്ചൽ എന്ന 28-കാരിയാണ് കൊല ചെയ്യപ്പെട്ടത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം വീട്ടിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണഞ്ചേരി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിയായ, അതായത് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛനായ ജോസ്മോനെ കൂടി സ്ഥലത്തെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. മഹസറടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഏഞ്ചലിന്റെ സംസ്കാരം നടന്നിരുന്നു. അതിനുശേഷം ഈ കേസിൽ ഇന്ന് രാവിലെ മറ്റു നിർണായകമായ ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ജോസ്മോനായിരുന്നു ആദ്യം കസ്റ്റഡിയിലായിരുന്നത്. ഇപ്പോൾ ജോസ്മോന് ശേഷം അമ്മയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. ഇവരുടെ അമ്മാവനും ഒപ്പം തന്നെ ഈ ജോസ്മോന്റെ ഭാര്യ ജെസ്സി, ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ അലൂഷ്യസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർക്ക് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓമനപ്പുഴയിലെ വീട്ടിലാണ് പോലീസ് സംഘം, മണ്ണഞ്ചേരി പോലീസ് സംഘം എത്തിയിട്ടുള്ളത്. മണ്ണഞ്ചേരി CA ടോൾസൺ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ മറ്റു പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രതിയെ വളരെ ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇതിനകത്ത് മറ്റുള്ളവർക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നുള്ളൊരു വിവരം കൈമാറിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതായി അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏഞ്ചൽ ഇവിടെ സ്വകാര്യ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വന്നിരുന്ന ആളാണ്. മാത്രമല്ല വൈകി വന്നതിനെ സംബന്ധിച്ച ചില തർക്കങ്ങളാണ് ഈ ഒരു പ്രകോപനത്തിലേക്ക് പോയത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അതായത് ഈ താമസിച്ചു വന്ന ഈ കൊലപാതകം നടന്ന സമയത്തും ആ ദിവസം ഏഞ്ചൽ എത്തിയത് ചൊവ്വാഴ്ച രാത്രി 10:30 അവിടെ വെച്ചാണ് ഈ സംഘർഷങ്ങൾക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ആലപ്പുഴ ഓമനപ്പുഴയിലാണ് ഇത്തരത്തിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത്. എന്തായാലും ആ കേസിൽ ഇപ്പോൾ അമ്മയും അമ്മാവനെയും കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.